നമസ്കാരം. ഡോക്ടർ അമൃത മോഹൻസ് INENT ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കലെങ്കിലും മൂക്കടപ്പ് അനുഭവിക്കാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൂക്കടപ്പിന് കാരണമായിട്ടുള്ളതും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ ചികിത്സ, അതിൻ്റെ ഹോം റെമഡീസും ആയുർവേദത്തിലുള്ള അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മൂക്കടപ്പ് ഉണ്ടാവാൻ പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഹൈപ്പർട്രോഫി ടെർബിനേറ്റ്, അതായത് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലുള്ള ടെർബിനേറ്റ് എന്ന പാളികളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. പിന്നൊന്നത് പറയുന്നത് വെച്ചാൽ നേസൽ പോളിപ്പാണ്, അതിന് ദശവളർച്ച എന്നൊക്കെ പറയും. പിന്നെ വേറൊരു കാരണം എന്ന് പറയുന്നത് അഡിനോയിഡ്സ് ആണ്, അത് കുട്ടികളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മൂക്കടപ്പുണ്ടാകുന്നത്. പൊതുവേ പേഷ്യൻസൊക്കെ വന്ന് പറയുന്നത് ഡോക്ടറെ മൂക്കിൽ ദശവളർച്ചയാണെന്ന് തോന്നുന്നു. അപ്പം ഈ ആദ്യം പറഞ്ഞ 2 കണ്ടീഷനുകളും ദശവളർച്ചയായിട്ട് തന്നെയാണ് പേഷ്യൻസ് വരാറുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞ ഹൈപ്പർട്രോഫി ടെർബിനേറ്റ് എന്നുള്ളത് ശരിക്കും ദശയാണോ, അതോ രണ്ടാമത് പറഞ്ഞ പോളിപ്പാണോ ദശ എന്ന് പറയുന്നത്? ശരിക്കും നമ്മൾ ആയുർവേദപരമായിട്ട് നോക്കുമ്പോൾ നമ്മൾ പോളിപ്സിനെയാണ് നാസ അർഷസ് എന്ന് പറയും ആയുർവേദത്തിൽ, അതിനെയാണ് കുറച്ചുകൂടെ നീസൽ പോളിപ്പായിട്ട് അല്ലെങ്കിൽ ദശ എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ പെടുത്തുന്നത്. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ മെയിനായിട്ടും ഇതിന് 2ൻ്റെയും കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഈ നേസൽ പോളിപ്പ് അല്ലെങ്കിൽ ദശ, അതിനുള്ള കാരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വിട്ടുമാറാത്ത അലർജിയാണ്. അതുകൊണ്ട് തന്നെ അലർജിയെ ചികിത്സിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ദശ വളർച്ചയ്ക്കൊരു ഒരു ശമനം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം അലർജീനെ, അത് എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ചിട്ട് ആദ്യം ആ കാരണത്തിനെ ചികിത്സിക്കുകയാണ് ആദ്യം വേണ്ടത്. ഇനി പ്രധാനമായിട്ടും ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് അലർജിയാണ്. അപ്പം അലർജി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവരിൽ കാണാൻ പറ്റുന്ന മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ് ചൊറിച്ചൽ, തൊണ്ട ചൊറിച്ചൽ, ഭയങ്കരമായിട്ടുള്ള തുമ്മൽ, അതായത് കുറച്ച് സമയത്തേക്കുള്ള നിർത്താതെയുള്ള തുമ്മൽ, പ്രത്യേകിച്ചും രാവിലെ ഉണ്ടാകുന്ന തുമ്മലുകൾ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവരിൽ കാണുന്ന അലർജി സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ. പിന്നെ മറ്റൊരു കാരണമായിട്ട് പറയുന്നത് നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ള സൈനസ് ഇൻഫെക്ഷനുകളാണ്, സൈനസ് ഇൻഫ്ലമേഷനുകളാണ്. സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള വായു സഞ്ചരിക്കാനുള്ള കുറച്ച് അറകളാണ്, ഹോളോ സ്പേസസിനെയാണ് സൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കഫം കൊണ്ടുണ്ടാവുന്ന പഴക്കം ചെന്നിട്ടുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് കൊണ്ടുണ്ടാവുന്ന പോളിപ്പുകളും ഇതിന് ഈ ദശക്ക് ഒരു കാരണമായിട്ട് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതെല്ലാവരും അനുഭവിക്കുന്നത് തന്നെയാണ്. അതായത് മൂക്കടപ്പ്, പ്രത്യേകിച്ചും ഈ കൂട്ടരിൽ രാത്രിയാണ് മൂക്കടപ്പിൻ്റെ കാഠിന്യം ഒന്ന് കൂടുന്നത്. പിന്നെ നിർത്താതെയുള്ള തുമ്മൽ, അതും പ്രധാനമായിട്ടുള്ളൊരു ലക്ഷണമാണ്. പിന്നെ കുറച്ചുകൂടെ നമുക്കറിയാം, കുറച്ച് ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണം തിരിച്ചറിയാൻ പറ്റാതിരിക്കൽ, അതും ഈ നാസാർഷസ് അല്ലെങ്കിൽ ദശ ഉള്ളവരിൽ പ്രധാനമായിട്ടും കാണുന്നതാണ്. അവർക്ക് എന്ത് മണോ, ഒരു തീക്ഷ്ണമായിട്ടുള്ള മണം പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ചിലരിലെങ്കിലും തലവേദന, ഒരു കാരണം എന്തെന്നറിയാത്തൊരു തലവേദന, ഒരു ഡൾ ഏക്കിംഗ് ആയിട്ടുള്ള എപ്പോഴും ഉണ്ടാകുന്നൊരു തലവേദന, അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ചില ദിവസങ്ങളിൽ നമുക്ക് വരുന്ന തലവേദനകൾ, നിർത്താതെയുള്ള തുമ്മൽ, മൂക്കൊലിപ്പിൻ്റെ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊരു തിക്കായിട്ടുള്ള, ഭയങ്കര കനം കൂടിയിട്ടുള്ള മൂക്കൊലിപ്പല്ല, ഭയങ്കര തിന്നായിട്ടുള്ള നേസൽ ഡിസ്ചാർജാണ് കൂടുതലായിട്ടും ഇവരിൽ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിനെ ചികിത്സിക്കാൻ പറ്റുന്നത്? ഹോം റെമഡീസിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മൂക്കടപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ആവി കൊള്ളുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചികിത്സയാണ്. അതായത് നമുക്ക് പനിക്കൂർക്ക, തുളസിയില, വെളുത്തുള്ളി ഇവ 3 ചതച്ചിട്ടിട്ട് അതിൻ്റെ ആവി വെള്ളത്തിലിട്ട് അതിൻ്റെ ആവി കൊള്ളുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സയാണ്. പിന്നെ നമുക്ക് ചെറിയ മൂക്കടപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ജസ്റ്റ് ഇവിടെ ഒന്ന് തടവി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടുള്ള മൂക്കടപ്പുകളൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. പിന്നെ ഇതിന് ആയുർവേദത്തിൽ ചികിത്സയുണ്ടോ, ദശവളർച്ചയ്ക്ക് ചികിത്സയുണ്ടോ എന്നുള്ളത് പ്രധാനമായിട്ടും ആൾക്കാർ ചോദിക്കുന്നതാണ്. കാരണം മോഡേൺ സയൻസിൽ ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ പോളിപ്പെക്ടമി, അഥവാ അതിനെ മുറിച്ച് കളയാന്നുള്ളത്, ആ പോളിപ്പിനെ മുറിച്ച് കളയാന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് പോളിപ്പെക്ടമിയാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിന് സർജറിക്ക് പേടിയുള്ളവരാണ് കൂടുതലായിട്ടും ആയുർവേദത്തിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്കിതിനെ പ്രധാനമായിട്ടും ചെയ്യാനുള്ളത് നസ്യം എന്ന് പറഞ്ഞ ചികിത്സ. ചെറിയ ദശയൊക്കെ പോളിപ്പൊക്കെ ആണെങ്കിൽ നമുക്കതിനെ നസ്യം കൊണ്ടും മറ്റ് ഉള്ളിലേക്ക് കഴിക്കാവുന്ന മരുന്നുകൾ കൊണ്ടും നമുക്കതിനെ പരമാവധി മാറ്റാവുന്നതാണ്. പിന്നെ ഒരു പരിധിയിൽ കൂടുതലായിട്ടുള്ള ദശ പോളിപ്പ് നമുക്ക് ക്ഷാരകർമ്മം എന്ന് പറയുന്ന ഒരു
ചികിത്സാ വിധിയിലൂടെ തന്നെ നമുക്കതിനെ ചുരുക്കി കളയാവുന്നതാണ്. അതൊരു ആൽക്കലൈൻ സ്വഭാവമുള്ളൊരു പേസ്റ്റാണ് ക്ഷാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെയുള്ള ക്ഷാരം കൊണ്ട് നമുക്കതിനെ കരിച്ച് കളയാൻ പറ്റുന്നതാണ്. ഇത്രയാണ് നാസാർഷസ് അല്ലെങ്കിൽ നേസൽ പോളിപ്പ് അല്ലെങ്കിൽ ദശവളർച്ചയെക്കുറിച്ച്, അതിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളും അതിൻ്റെ ചികിത്സയും കുറിച്ച് പറയാനുള്ളത്. ENT സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളെക്കുറിച്ചുള്ള നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതിനുള്ള എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.